الحمد لله الحمد لله الحمد لله نحمده حمد الشاكرين ونذكره ذكر الذاكرين ونشكره شكر العارفين ونثني عليه ثناء الحامدين ونستعينه استعانة المتوكلين ونستغفره استغفار المذنبين ونتوب ونرجوه رجاء الصالحين ونخافه مخافة الموقنين ونشهد أن لا إله إلا الله وحده لا شريك له شهادة تنير القلوب وتشرح الصدور وتثبت الأقدام وتنجي من العذاب الأليم ونشهد أن سيدنا ومولانا محمدا عبده ورسوله صفيه وخليله وحبيبه بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة فصلوات ربي وسلامه عليه وعلى آله الطيبين الطاهرين وصحبه الغر الميامين ومن تبعهم بإحسان إلى يوم الدين بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا صدق الله العظيم قال نبينا وحبيبنا وشاهدنا ومرشدنا محمد صلى الله عليه وسلم رضا الرب في رضا الوالد وسخط الرب في سخط الوالد صدق رسوله النبي الكريم نحن على ذلك من الشاهدين الشاكرين أما بعد പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യമായ വിജ്ഞാനവേദിയിൽ നാം ഒരുമിച്ച് കൂടിയതിൻ്റെ പേരിൽ നമ്മുടെ മുൻകഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തിന്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുകയും ശിഷ്ടകാല ജീവിതം അവന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് ഈ ലോകത്തോടെ യാത്രയാകുവാനും
നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരുടെയും ലക്ഷ്യം അല്ലാഹുവിന്റെ തൃപ്തിയും പരിശുദ്ധമായ സ്വർഗലോകവുമാണ്. വിശുദ്ധമായ റമളാനിൽ നാം നോമ്പ് പിടിക്കുന്നത്, നമ്മൾ നമസ്കരിക്കുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്, സ്വതക്ക നൽകുന്നത്, സകാത്ത് നൽകുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗലോകം നേടണമെന്നുള്ള ആഗ്രഹത്തോടും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന പല കർമ്മങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അമലുകൾ ജീവിതത്തിൽ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, സ്വർഗത്തിന്റെ കവാടമാണ്, സ്വർഗത്തിന്റെ താക്കോലാണ് എന്നിങ്ങനെ സ്വർഗത്തിന്റെ കനിയാണ്, സ്വർഗത്തിന്റെ കൻസാണ് എന്നൊക്കെ പറഞ്ഞു പല രീതിയിലുള്ള അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗലോകത്തേക്കുള്ള കവാടങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വളരെയേറെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന, നാമുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സ്വർഗ കവാടത്തെ, ഭൂമിയിലെ ഒരു സ്വർഗ കവാടം, നമ്മോടൊപ്പമുള്ള, നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെയുള്ള സ്വർഗ കവാടത്തെ കുറിച്ച് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസം മസ്ജിദുൻ നബവിയിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കിടന്നു വരികയാണ്. പ്രവാചകന്റെ സഹാബത്ത് മസ്ജിദുൻ നബവിയുടെ സഫുകളിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിലോട്ട് തന്റെ റിസാലത്തിന്റെ പാദങ്ങൾ ചവിട്ടി റസൂലുള്ള കയറുകയാണ്. ഓരോ മിമ്പറുകളിൽ കാൽ ചവിട്ടുമ്പോഴും പതിവിന് വിപരീതമായി പ്രവാചകൻ പറഞ്ഞു ആമീൻ. ഒന്നാമത്തെ പടിയിൽ തന്റെ പാദങ്ങൾ ചവിട്ടിയപ്പോഴും റസൂലുള്ള പറഞ്ഞു ആമീൻ. രണ്ടാമത്തെ പടിയിലോട്ട് കാലെടുത്തു വെച്ചപ്പോഴും പ്രവാചകൻ പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ പടിയിലോട്ട് കാലെടുത്തു വെച്ചപ്പോഴും റസൂലുള്ള പറഞ്ഞു ആമീൻ. പിന്നീട് മിമ്പറിൽ നിന്നിറങ്ങിയപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, പതിവിന് വിപരീതമായി, ഇതേവരെ അങ്ങയിൽ നിന്ന് കണ്ടിട്ടില്ലാത്ത പതിവിന് വിപരീതമായി മസ്ജിദുൻ നബവിയുടെ മിമ്പറിലോട്ട് അങ്ങ് കയറുമ്പോൾ ഓരോ പടികളിൽ കാലെടുത്തു വെക്കുമ്പോഴും അങ്ങ് ആമീൻ പറഞ്ഞുവല്ലോ നബിയെ, എന്തിന്റെ പേരിലാണോ എന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, സ്വഹാബ, പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലോട്ട് ഞാൻ കാലെടുത്തു വെക്കുമ്പോൾ എന്റെ അടുക്കലേക്ക് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഒന്നാമത്തെ പടിയിൽ ഞാൻ കാലെടുത്തു വെക്കുമ്പോ എന്റെ ചാരത്തു നിന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, മന്നദറക റമളാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലോട്ട് വിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നിട്ട് ആ റമളാനിലൂടെ പാപമോചനം തേടാൻ കഴിയാതെ അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ നഷ്ടവാളിയാണ്, അവൻ അല്ലാഹുവിന്റെ ശാപത്തിന് അർഹനാവട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു സഹാബ. അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് ഒരാൾ സ്വലാത്ത് പറഞ്ഞില്ല എങ്കിൽ അവന്റെ മേലും അല്ലാഹുവിന്റെ നാശമുണ്ടാവട്ടെ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ ദുആ ചെയ്തു. അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത്. മൂന്നാമതായിട്ട് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സ്വഹാബ, മൂന്നാമതായിട്ട് മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആ എന്തെന്നറിയുമോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മാതാപിതാക്കളുണ്ട്, വാർദ്ധക്യം ചെന്നവന്റെ മാതാപിതാക്കളുണ്ട്, അതല്ലെങ്കിൽ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്, പിതാവ് ജീവിച്ചിരിപ്പുണ്ട്,
എന്നിട്ട് അവർക്ക് നന്മകൾ ചെയ്തവർക്ക് ഖിദ്മത്ത് ചെയ്തവർക്ക് സേവനം ചെയ്ത് അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുത്തവരെ നല്ല രീതിയിൽ പരിപാലിച്ച് അവരിലൂടെ സ്വർഗം നേടാൻ കഴിയാത്തവന് അവൻ അല്ലാഹുവിന്റെ ശാപത്തിന് അർഹനാവട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു സഹാബ. ആ ദുആയിക്കാണ് ഞാൻ മൂന്നാമതായിട്ട് ആമീൻ പറഞ്ഞത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തെ നമ്മൾ കൊതിക്കുന്നവരാണല്ലോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ ആഗ്രഹിക്കുന്നവരാണല്ലോ, ആ സ്വർഗ്ഗത്തിനു വേണ്ടി ഇബാദത്തുകൾ എടുക്കുന്നവരാണല്ലോ. നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, സകാത്ത് നൽകുന്നത്, തഹജ്ജുദ് നമസ്കരിക്കുന്നത് എല്ലാം ആ സ്വർഗ്ഗലോകത്തിന്റെ വേണ്ടിയാണല്ലോ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ വീടുകളിലുള്ള, നമ്മുടെ ജീവിത സാഹചര്യവുമായി എപ്പോഴും ചേർന്ന് നിൽക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള നമ്മുടെ ഭൂമിയുടെ കവാടമേതെന്നറിയുമോ? അത് നമ്മുടെ മാതാപിതാക്കളാണ്, അത് നമ്മുടെ ഉമ്മയും വാപ്പയുമാണെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സ്വർഗ്ഗ കവാടങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവന് തന്റെ ജീവിതത്തിൽ സ്വർഗ്ഗ കവാടങ്ങളായ ഉമ്മയും വാപ്പയും നല്ല രീതിയിൽ അവരുടെ പൊരുത്തം നേടിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തവന് അവൻ അല്ലാഹുവിന്റെ ശാപത്തിന് അർഹനാണ്, അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയണം. അവരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം നിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, വളരെ എളുപ്പത്തിൽ നമുക്ക് നേടാൻ കഴിയുന്ന പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ കവാടം നിന്റെ വീട്ടിലുള്ള നിന്റെ ഉമ്മയും വപ്പയുമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ അവരോട് പെരുമാറാൻ കഴിയണം, അവരേറ്റവും നല്ല രീതിയിൽ പരിപാലിക്കാൻ കഴിയണം, അവരുടെ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ കാണുന്ന വിശാലമായ പ്രപഞ്ചത്തെ മുഴുവനും അല്ലാഹു സൃഷ്ടിച്ചതെന്തിനാ? ഈ കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിഗോളങ്ങളെയും എല്ലാം അല്ലാഹു സൃഷ്ടിച്ചെന്നതിനാണ്. ഈ ഭൂമി അല്ലാഹു ഒരുക്കിയതെന്തിനാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ കാണുന്ന വിശാലമായ പ്രപഞ്ചത്തെ വളരെ മനോഹരമായി സംവിധാനിച്ചതിന് ശേഷം അല്ലാഹു മനുഷ്യരെയും ജിന്നുവർഗങ്ങളെയും ഈ ഭൂമിയിലോട്ട് നിയോഗിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയുമോ? മനുഷ്യന്റെയും ജിന്നുകളുടെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അല്ലാഹു പറയാ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കാനാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവാധിപതിയും സർവലോക പരിപാലകനും സർവലോക സംഹാരകനും സൃഷ്ടികർത്താവുമായ റബ്ബുൽ ഇസ്സത്തിനെ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിനെ ആരാധിക്കാൻ, അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ, അല്ലാഹുവിന്റെ കൽപ്പനകളെ നിറവേറ്റാൻ, അതാണ് മനുഷ്യന്റെയും ജിന്നുവർഗത്തിന്റെയും നിയോഗമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ആ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷ്യം അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. വഅബ്ദുല്ലാഹ്
വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ തൗഹീദിനെ മുറുകെ പിടിക്കണേ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ, അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യണേ, അല്ലാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ. വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിനോട് മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല, അല്ലാഹുവിനോട് മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല എന്ന പരമപ്രധാനമായ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അല്ലാഹു പറയുകയാണ്. അതിന് തൊട്ട് ചേർന്ന് അല്ലാഹു പലയിടത്തും പറയുന്നത് എന്തെന്നറിയുമോ? വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന് തൊട്ടുടനെ അല്ലാഹു അതിനോട് ചേർത്തു പറയുന്ന വളരെയേറെ പരമപ്രധാനമായ അല്ലാഹുവിന്റെ കൽപ്പന എന്താ? വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണേ, മാതാപിതാക്കളോട് കരുണയോടുകൂടി പെരുമാറണേ, മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണേ, അവരെ തൃപ്തിപ്പെടുത്തിയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഹബീബായ പ്രവാചകന്റെ അടുക്കലേക്ക് യമൻകാരനായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. യമൻകാരനായ ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ ചാരത്തു വരികയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോടൊപ്പം മദീനയിൽ കഴിയണം നബിയേ, അങ്ങയോടൊപ്പം വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി യുദ്ധരണാങ്കണത്തിൽ പോരാട്ടങ്ങൾ നടത്തണം നബിയേ. എൻ്റെ ജീവിതത്തിന്റെ അഭിലാഷമാണ്. എൻ്റെ വീടും നാടും വിട്ട് മദീനയിലേക്ക് ഞാൻ കാതങ്ങൾ നടന്നു വരാനുള്ള കാരണം അതാണ്. അല്ലാഹുവിന്റെ റസൂലിനോടായ യമൻകാരനായ മനുഷ്യൻ പറയുമ്പോ റസൂലുള്ള ചോദിക്കുന്നു, ഹല്ലക അഹദുൻ ഫീ യമൻ. യമനിൽ നിന്റെ ആരെങ്കിലും ഉണ്ടോ? നിന്റെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും യമനിലുണ്ടോ? നിന്റെ സ്വദേശത്തുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ മാതാപിതാക്കളുണ്ടോ നബിയേ. അവരവിടെ അവരുടെ നാട്ടിൽ, എന്റെ നാട്ടിൽ അവരെന്റെ മാതാപിതാക്കളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫർജി ഇലൈഹിമാ. അവരോട് നീ അനുവാദം ചോദിച്ചിട്ടാണോ വന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, അല്ല നബിയേ, ജിഹാദ് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ ഞാൻ വന്നതാണ്, ഇസ്ലാമിന് വേണ്ടി എൻ്റെ ജീവിതത്തെ കൊടുക്കാൻ ഞാൻ വന്നതാണ്. അവരോട് അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേറെ ദൂരത്തേക്ക് പോകാൻ ഒരു പക്ഷേ അവർ സമ്മതിച്ചെന്നു വരില്ല. അതുകൊണ്ട് ഞാൻ അവരോട് അനുവാദം ചോദിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫർജി ഇലൈഹിമാ. അവരുടെ അടുക്കലേക്ക് നീ തിരിച്ചു പോകണേ, നിന്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് നീ തിരിച്ചു പോകണേ. എന്നിട്ട് അവരോട് നീ അനുവാദം ചോദിക്കണം, എനിക്ക് മദീനയിലേക്ക് പോകണം, എനിക്ക് എന്റെ ഹബീബിന്റെ ചാരത്ത് പോകണം, എനിക്ക് സഹാബത്തിനോടൊപ്പം ചേരണം, വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി എനിക്ക് ജിഹാദ് ചെയ്യണം. മാതാപിതാക്കളോട് നീ അനുവാദം ചോദിക്കണം. അവരനുവാദം തന്നു കഴിഞ്ഞാൽ നീ മദീനയിലേക്ക് മടങ്ങി വരണം. ഇനി അനുവാദം തന്നില്ലെങ്കിലോ, നിന്റെ മാതാപിതാക്കൾ നിനക്ക് അനുവാദം തന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നീ യുദ്ധരണാങ്കണത്തിൽ പോരാടുന്നതിനേക്കാൾ നല്ലത് നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറലാണ്, അവരെ സേവിക്കലാണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യലാണ്, അവരുടെ പൊരുത്തം നേടലാണ്, അവരുടെ തൃപ്തി നേടലാണ്, അവരോട് നല്ല വാക്കു പറയലാണ്, അവരുടെ രോഗത്തിന്റെ പ്രയാസത്തിന്റെ വിഷമത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരോടൊപ്പം ചേർന്നൊരു സാന്ത്വനമായി മാറലാണ് അല്ലാഹുവിന്റെ പാതയിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമെന്ന് യമൻകാരനായ മനുഷ്യനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിച്ചാൽ മാത്രം പോരല്ലോ, അല്ലാഹുവിനോടുള്ള കടമകൾ മാത്രം പൂർത്തീകരിച്ചാൽ പോരാ, നമസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല.
സദഖകൾ കൊണ്ട് നോമ്പുകൾ കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറലും നിന്റെ ഏറ്റവും വലിയ ദൗത്യമാണോ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. യമൻകാരനായ ആ മനുഷ്യനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം, നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് നിന്റെ മാതാപിതാക്കളോട് അനുവാദം തേടണം. ആ മാതാപിതാക്കൾ അനുവാദം തന്നു കഴിഞ്ഞാൽ മദീനയിലേക്ക് നീ മടങ്ങി വരണം. എന്നിട്ട് നീ ഞങ്ങളോടൊപ്പം ചേരുക, ഇസ്ലാമിനു വേണ്ടി ജിഹാദ് ചെയ്യുക. ഇനി നിന്റെ മാതാപിതാക്കൾ അനുവാദം തന്നില്ല എങ്കിൽ നിന്റെ നാട്ടിൽ നിന്ന് അവരോട് നല്ല രീതിയിൽ പെരുമാറി അവർക്ക് ഖിദ്മത്ത് ചെയ്ത് അവർക്ക് സേവനം ചെയ്ത് അവരെ നല്ല രീതിയിൽ പരിപാലിക്കലാണ് നിന്റെ ദൗത്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം. അത് അമ്പിയാക്കളുടെ ഗുണമാണ്. അത് അമ്പിയാക്കളുടെ അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രബോധനവുമായി ഭൂമി ലോകത്തോട്ട് കടന്നു വന്ന പ്രവാചക പുങ്കവന്മാരുടെ ഏറ്റവും ഉത്തമമായ ഗുണമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തി തരുന്ന ഗുണമാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ നബിയുല്ലാഹി ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 980 വർഷക്കാലത്തോളം വിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നടത്തിയ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. 950 വർഷം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനം നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരുന്നൊരു ദുആ എന്നറിയുമോ? റബ്ബി اغفر لي ولوالدي. നബി അലൈഹി സ്വലാത്തു വസ്സലാം രാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് നൂഹ് നബി ചെയ്തിരുന്ന ദുആ എന്താ? റബ്ബി ഗഫിർ ലീ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. മാത്രമല്ല റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കളുടെ പാപവും നീ പുറത്തു തരണേ. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ പ്രബോധനവുമായി ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിലേക്ക് കടന്നു വന്ന മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട് മുഴുവനും വിഗ്രഹാരാധകരാണ്, നാട്ടിലെ ഭരണാധികാരി വിഗ്രഹാരാധകരാണ്, നാട് മുഴുവനും ശത്രുക്കളാണ്. വിഗ്രഹാരാധകരുടെ നേതാവാണ് തന്റെ പിതാവ് ആസർ, വിഗ്രഹാരാധകരുടെ നേതാവാണ് രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ അടുത്ത ആളാണ്. തൗഹീദിന്റെ പ്രബോധനവുമായി ഏകനായ ഇലാഹിനെ പ്രബോധനം ചെയ്ത് കടന്നു വന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുപക്ഷത്താണ് പിതാവ്, ശത്രുപക്ഷത്താണ്. തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയ തീക്കുണ്ടാരമുണ്ടാക്കിയ നമ്രൂദിന്റെ കൂട്ടാളിയാണ്, നമ്രൂദിന്റെ അടുത്ത ആളാണ് പിതാവ്. തനിക്കെതിരെ എല്ലാ കുതന്ത്രങ്ങളും മെനയുന്ന വ്യക്തിയാണ്. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനെ അഭിസംബോധന ചെയ്ത വാക്കു വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യാ അബതി ലാ തഅബുദ് ശൈത്താൻ. ഇബ്രാഹിം നബി വിളിക്കുകയാണ് തന്റെ പിതാവിനെ. ശത്രുപക്ഷത്താണ്, എതിരാളിയാണ്, മുശ്രിക്കാണ്. തനിക്കെതിരെയിട്ടുള്ള കുതന്ത്രങ്ങളെല്ലാം മെനയാൻ കൂട്ടുനിൽക്കുന്ന വ്യക്തിയാണ്. എന്നാലും സ്നേഹവായ്പോട് തന്റെ പിതാവിനെ വിളിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എന്റെ ഹൃദയത്തിലേറെ സ്ഥാനമുള്ള എന്റെ പ്രിയപ്പെട്ട പിതാവേ, ലാ തഅബുദ് ശൈത്താൻ
ഈ ശിർക്കിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണേ, ഈ ഇബാദത്തുൽ അസ്നാമിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണേ എന്ന് സ്നേഹത്തോടെ തന്നെ പിതാവിന് പറഞ്ഞു കൊടുക്കുന്ന ഇബ്രാഹിം നബിയെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ പിതാവ് തെറ്റിന്റെ ഭാഗത്താണ്, ഉമ്മയുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ വരുന്നുണ്ട്. ആ സമയത്തും അവരെ വെറുക്കാനല്ല, ആ സമയത്തും അവരോട് കയർക്കാനല്ല, അവരെ മോശമാക്കാനല്ല, അവരോട് ബന്ധം വിച്ഛേദിക്കാനല്ല, പിന്നെയോ സ്നേഹത്തോടെ കരുണയോടെ ആർദ്രതയോടെ മയമായി അവരുടെ ഹൃദയങ്ങളിലേക്ക് സത്യത്തിന്റെ പ്രകാശത്തെ പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതാണ് നിങ്ങളുടെ ദൗത്യമെന്ന് വിശുദ്ധമായ ഖുർആൻ മഹാനായ നബിയുല്ലാഹി യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ബവർറം ബിവാലിദൈ വലം യകുൻ ജബ്ബാറൻ അസിയാ. യഹ്യാ നബി തന്റെ പിതാവിനോടും മാതാവിനോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന, കരുണയോടുകൂടി പെരുമാറിയിരുന്ന വ്യക്തിയാണ്. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുമ്പോ മറിയം ബീബി തന്റെ ചോരപ്പൈതലുമായി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എല്ലാവരും വ്യഭിചാരിണി എന്ന് വിളിച്ച്, ദുർനടപ്പുകാരി എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോ ആ സമയത്തെല്ലാവരും മറിയം ബീബിയെ കുറ്റപ്പെടുത്തുമ്പോ അതാ തൊട്ടിലിൽ കിടന്നുകൊണ്ട് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ച വാക്കുകൾ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅൽനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ. തൊട്ടിലിൽ കിടന്നുകൊണ്ട് റൂഹുല്ലാഹി ഈസാ നബി പറഞ്ഞ വാക്കുകളാണ്, വബർറം ബിവാലിദതി, എന്നോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ ആരാധിക്കാൻ, നമസ്കരിക്കാൻ, നന്മകൾ ചെയ്യാൻ, അതോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ മാതാവിനോട് നന്മയോടുകൂടി പെരുമാറാനാണ് അല്ലാഹു എന്നോട് കൽപ്പിച്ചതെന്ന് തൊട്ടിലിൽ കിടന്നുകൊണ്ട് റൂഹുല്ലാഹി ഈസാ നബി തന്നെ മുമ്പിൽ കൂടിയ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ, മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്ന ഒരു വ്യക്തി അത് അമ്പിയാക്കളുടെ ഗുണമാണ്, അത് പ്രവാചകന്മാരുടെ ഗുണമാണ്. ആ ഗുണമാണ് നമുക്കുണ്ടാവേണ്ടത്. വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അമ്പിയാക്കളുടെ ഗുണമാണ് മാതാപിതാക്കളോട് നന്മയായി പെരുമാറുക. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമകൾ നമ്മൾ നിർവഹിക്കുന്നത് പോലെ തന്നെ അത്രമേൽ പ്രാധാന്യമാണ് മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. അല്ലാഹുവിന് നൽകുന്ന ധാരാളം പ്രതിഫലങ്ങളുണ്ട്. മാതാപിതാക്കളോട് ഒരു വ്യക്തി നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകുന്ന ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഒന്നാമതായിട്ട് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ, അവരോട് നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി നല്ല വാക്കുകൾ പറഞ്ഞു നല്ല പെരുമാറ്റങ്ങളായി അവരുടെ തൃപ്തി നേടിക്കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്നാമതായിട്ട് നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നൊരു കഥയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. നിന്റെ മാതാവിനോടും നിന്റെ പിതാവിനോടും നല്ല രീതിയിൽ നീ പെരുമാറി കഴിഞ്ഞാൽ നിന്റെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. നിന്റെ ദുആകൾ തള്ളപ്പെടില്ല. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്നെ ഉയർത്തുന്ന കരങ്ങൾ അതൊരിക്കലും ഖായിബായി മടങ്ങില്ല. ഹബീബായ പ്രവാചകനും സഹാബത്തും ഇരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സഹാബാ നിങ്ങളുടെ ഈ മദീനയിലേക്ക് യമനിൽ നിന്ന് ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരും സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആ മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ? ആ മനുഷ്യൻ വെള്ളപ്പാണ്ട് രോഗിയായിരുന്നു. വെള്ളപ്പാണ്ടെന്ന് പറയുന്ന മാരകമായ രോഗം അദ്ദേഹത്തിന് പിടിപെട്ടിരുന്നു. പക്ഷേ അല്ലാഹുവിനോട് കരളുരുകി അദ്ദേഹം ദുആ ചെയ്യുകയാണ്. അങ്ങനെ ആ രോഗം അല്ലാഹു ശിഫയാക്കുകയാണ്. ഇല്ലാ മൗളിഉ ദിർഹമിൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ദിർഹമിന്റെ അളവിൽ അതിന്റെ അടയാളമുണ്ട് സഹാബ. യമൻകാരനായ ഉവൈസ് ഇബ്നു ആമിറാണ്. ചരിത്രത്തിൽ നമ്മൾ കേൾക്കാറുള്ള മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. ഹബീബായ പ്രവാചകൻ പറയുകയാണ്, സഹാബ ആ മനുഷ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മാതാവിനോട് വളരെയേറെ ബാറായിരുന്ന മാതാവിനോട് വളരെയേറെ നല്ല രീതിയിൽ ജീവിതത്തിൽ പെരുമാറിയ വ്യക്തിയാണ്. രോഗിയായ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ്. രോഗിയായ തന്റെ മാതാവിന്റെ സന്തോഷത്തിനു വേണ്ടി അവരെ പരിചരിക്കാൻ റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് വരാൻ പോലും മടിയായ, കാരണം തന്നെ മാതാവിനെ ഇട്ടേട്ടു വരാൻ കഴിയില്ല, മാതാവിനെ ഏൽപ്പിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിരുന്നു, പക്ഷേ മദീനയിലേക്ക് വരാൻ ഭാഗ്യം ലഭിക്കാത്ത ഉവൈസ് ഇബ്നു ആമിർ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ആ ഉവൈസിന് അല്ലാഹു നൽകിയ പ്രതിഫലം എന്താ? ആ ഉവൈസിന്റെ പ്രതിഫല മഹത്വം എന്തെന്നറിയുമോ? ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. ആ ഉവൈസ് ഇബ്നു ആമിർ അല്ലാഹുവിനെ മുൻനിർത്തി എന്തെങ്കിലും ചോദിച്ചാൽ മാതാവിനോട് നല്ല രീതിയിൽ പെരുമാറിയ, മാതാവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ, മാതാവിന്റെ രോഗശയ്യയിൽ അവരെ പരിചരിച്ച യമൻകാരനായ ഉവൈസ് ഇബ്നു ആമിർ ലൗ അഖ്സമ അലല്ലാഹ്, അല്ലാഹനെ മുൻനിർത്തി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഉറപ്പായും ഉവൈസിന്റെ തേട്ടത്തെ അല്ലാഹു കൊടുക്കും. ഉവൈസിന്റെ ദുആയ അല്ലാഹു തള്ളിക്കളയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് സഹാബ ഉവൈസ് ഇബ്നു ആമിർ മദീനയിലേക്ക് വന്നാൽ അവരുടെ അടുക്കൽ പോകുകയും എന്നെ സലാം പറയുകയും നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തെ തേടാൻ അദ്ദേഹത്തോട് ദുആ വസിയത്ത് നടത്തുകയും ചെയ്യണേ. ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഉവൈസുൽ ഖർനി തന്റെ മാതാവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യന് താബിയാണ്. പ്രവാചകനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഹബീബായ പ്രവാചകൻ വിട പറഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം യമനിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വേണ്ടി വരികയാണ്. യമനിൽ നിന്നുള്ള ആളുകൾ ഹജ്ജിന് വരുമ്പോ അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കും, അഫീകും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? എല്ലാ സംഘങ്ങളോടും ചോദിക്കും. അങ്ങനെ യഥാ യമനിൽ നിന്നൊരു ഹജ്ജിന്റെ കാലഘട്ടത്തിൽ ഒരു യാത്രാ സംഘം ഹജ്ജിന് വേണ്ടിയുള്ള ആളുകൾ യമനിൽ നിന്ന് വരികയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു കടന്നു പോകുകയാണ്. അഫീകും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? അതാ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നൊരു പാവപ്പെട്ട മനുഷ്യൻ മുന്നിലോട്ട് വരികയാണ്. അസ്സലാമു അലൈക്കും യാ അമീറൽ മുഅ്മിനീൻ,
മുഅ്മിനീൻ അമീറുൽ മുഅ്മിനോട് സലാം പറയുകയാണ്. മഹാനായ ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങളാണോ ഉവൈസ് ഇബ്നു ആമിർ? മാതാവിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യനല്ലേ? നിങ്ങൾക്ക് വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നുവല്ലോ. അതേ അമീറുൽ മുഅ്മിനീൻ, ഞാനാണ് ഉവൈസ് ഇബ്നു ആമിർ. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കരങ്ങൾ പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, ഉവൈസേ, എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനത്തെ തേടണേ, എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനത്തെ തേടണേ. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. റസൂലുള്ളാഹിന്റെ സന്തത സഹചാരി ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമറുൽ ഫാറൂഖ് യമൻകാരനായ ഒരു മനുഷ്യന്റെ കരങ്ങളിൽ പിടിച്ചിട്ട് എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടണേ എന്ന് പറയാനുള്ള കാരണം എന്താ? എല്ലാവരും അത്ഭുതപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ഹബീബ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു വ്യക്തി വരും. അദ്ദേഹം എന്നെ കാണാൻ കൊതിയുണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ തന്റെ മാതാവിന്റെ രോഗത്തിന്റെ പേരിൽ, മാതാവിനെ നാട്ടിൽ ഒറ്റയ്ക്കാക്കി വരാൻ കഴിയാത്തതിന്റെ പേരിൽ എന്നെ കാണാൻ വരാൻ സാധിക്കാത്ത വ്യക്തിയാണ്. ആ മനുഷ്യനെ നിങ്ങൾ കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്റെ സലാം അറിയിക്കണേ, അദ്ദേഹത്തോട് പാപമോചനം തേടാ നിങ്ങൾ വസിയത്ത് നടത്തണേ എന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ജനങ്ങളെല്ലാം ഉവൈസ് ഇബ്നു ആമിറിന്റെ പിന്നാലെ കൂടുകയാണ്, ദുആ വസിയത്ത് നടത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉയർത്തുന്ന കരങ്ങൾ തള്ളപ്പെടാതിരിക്കണോ, നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടണോ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ അല്ലാഹു കേൾക്കണോ, നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു കേൾക്കണോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, മാതാപിതാക്കളുടെ തൃപ്തി നേടണേ, അവരുടെ കണ്ണുനീരിന് കാരണമാവരുതേ, അവർക്ക് സ്വന്തനമാവണേ, അവരുടെ സങ്കടങ്ങൾ ഒപ്പണേ, എങ്കിൽ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ദുആ അല്ലാഹു തള്ളപ്പെടില്ല, അല്ലാഹു തള്ളില്ല. ഉവൈസ് ഇബ്നു ആമിറിനെ കണ്ടാൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയണം, വസിയത്ത് ചെയ്യണം, ദുആ വസിയത്ത് നടത്തണം. എന്തുകൊണ്ട്? മാതാവിന്റെ പൊരുത്തം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. മാതാവിനു വേണ്ടി തന്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ്. അദ്ദേഹത്തോട് നിങ്ങൾ പാപമോചനത്തെ തേടാൻ വസിയത്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റിയാൽ, അതേപോലെ തന്നെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, ആ ദുആ ഒരിക്കലും തള്ളപ്പെടില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധനായ സഹാബി, റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയാണ്. എപ്പോഴും പ്രവാചകന്റെ കൂടെയാണ്. ധാരാളം ഹദീസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് പലരും പറയാൻ തുടങ്ങി, അബൂ ഹുറൈറ ഇത്രയും ഹദീസുകൾ എവിടെ നിന്നാണ് പറയുന്നത്? എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി. അബൂ ഹുറൈറ പറഞ്ഞു, മുഹാജിരീങ്ങളായ ആളുകൾ കച്ചവടത്തിനു വേണ്ടി പോകുന്ന സമയം, അൻസാരികൾ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന സമയം ഞാൻ എൻ്റെ ഹബീബിന്റെ കൂടെ തന്നെയായിരുന്നു, എൻ്റെ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് പ്രവാചകനിൽ നിന്ന് ഇത്രമേൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് ആദ്യം അവിശ്വാസിനിയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ, എനിക്ക് എൻ്റെ ഉമ്മാനെ വലിയ സ്നേഹമാണ്, എൻ്റെ ഉമ്മയോട് എനിക്ക് വലിയ സ്നേഹമാണ്. പലപ്പോഴും ഞാൻ ഉമ്മ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും, പക്ഷേ ആ വിളി കേൾക്കാറില്ല.
എന്റെ വാക്കുകൾ ചെവികൊള്ളാറില്ല നബിയെ, എനിക്ക് സങ്കടമാണ്. എന്റെ ഉമ്മയെങ്ങാനും മുശ്രിക്കത്തായി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല നബിയെ. അതുകൊണ്ട് അല്ലാഹുവിനോട് അങ്ങൊന്ന് ദുആ ചെയ്യണം, എന്റെ ഉമ്മയ്ക്ക് ഹിദായത്ത് ലഭിക്കാനൊന്ന് ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് കരഞ്ഞു പറയുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി റിസാലത്തിന്റെ കരങ്ങൾ ഉയർത്തി അബൂ ഹുറൈറയുടെ മാതാവിന്റെ ഹിദായത്തിനു വേണ്ടി ദുആ ചെയ്തു. പിന്നീട് വീട്ടിലേക്ക് പോകുമ്പോ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ച് അബൂ ഹുറൈറയുടെ മുമ്പിൽ വന്നിട്ട് മാതാവ് ഇസ്ലാം സ്വീകരിക്കുകയാണ്. വല്ലാത്ത സന്തോഷത്തോടെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് യാ റസൂലല്ലാഹ്, അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു നബിയെ, എന്റെ പൊന്നുമ്മ മുസ്ലിമായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ രണ്ടുപേർക്കും വേണ്ടി ദുആ ചെയ്യുന്ന ഒരു രംഗമുണ്ട് ഹദീസിൽ. ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴെല്ലാം തന്റെ ഉമ്മയോട് സലാം പറയും. ഉമ്മയുടെ അടുക്കൽ പോയിട്ട് സലാം പറയും. എന്നിട്ട് ദുആ ചെയ്തും റഹിമകില്ലാ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. കമാ റബ്ബൈതനി സഗീറ, ഞാൻ ചെറുതായിരുന്നപ്പോ എന്റെ ശൈശവകാലത്ത് എന്റെ കുഞ്ഞുനാളിൽ എന്നെ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിച്ചത് നിങ്ങളല്ലേ, അതിന് അല്ലാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യും. ഉമ്മയ്ക്ക് വേണ്ടി മാതാവ് തിരിച്ചു ദുആ ചെയ്യും റഹിമകല്ലാ, അല്ലാഹു നിനക്കും കാരുണ്യം ചെയ്യട്ടെ. കമാ ബറർതനി കബീറ, ഇന്ന് ഞാൻ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളിലാണ്, രോഗത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലാണ്, ഒറ്റപ്പെടലിന്റെ വിരഹത്തിന്റെ പ്രയാസങ്ങളിലാണ്. ആ സന്ദർഭത്തിലും എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്ന എന്റെ പൊന്നുമകനെ നിനക്ക് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് ആ മാതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അബൂ ഹുറൈറയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. റളിയല്ലാഹു തആല അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരില്ലാത്തൊരു ഹദീസിന്റെ ഗന്ധമുണ്ടാവില്ല. മാതാവിന്റെ ദുആ, പിതാവിന്റെ ദുആ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, സലാസു ദഅവാതിൻ മുസ്തജാബാതുൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, 3 ദുആകൾ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദഅവത്തുൽ വാലിദി ലിവലദിഹി, ഒരു പിതാവ് തന്റെ മകനു വേണ്ടി ചെയ്യുന്ന ദുആ, പിതാവ് തന്റെ മകനു വേണ്ടി ചെയ്യുന്ന ദുആ, ആ ദുആ അല്ലാഹു തള്ളില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹ്. നബിയുനാ റസൂലുള്ളാഹ്. നമ്മളൊരു നല്ല കാര്യം തുടങ്ങാൻ പോകുമ്പോൾ, ഒരു കച്ചവടം തുടങ്ങാൻ പോകുകയാണ്, ഒരു പുതിയ സംരംഭം നമ്മൾ തുടങ്ങാൻ പോകുകയാണ്, ഒരു നീയത്തോടു കൂടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ്. പിതാവിന്റെ അടുക്കൽ വന്ന്, വാർദ്ധക്യം ചെന്ന ഉമ്മയുടെ ചാരത്ത് വന്ന്, ഉമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് കരങ്ങൾ പിടിച്ചു ദുആ ചെയ്യുമ്പോ, ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ അവരുടെ ഉള്ളിൽ നിന്ന് അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെ നീ കൈവിടല്ലേ, പൊന്നുമകളെ നീ കൈവിടല്ലേ അല്ലാ, അവർക്ക് നീ വിജയം നൽകണേ എന്ന മാതാവും പിതാവും ചെയ്യുന്ന ദുആ, ആ ദുആ തള്ളപ്പെടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടും. രണ്ടാമതായിട്ട് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, സിയാദത്തുർ റിസ്കി വ ബറകത്തു ഫിൽ ഉംർ. റസൂൽ രണ്ടാമതായിട്ട് പറയുന്നു, നിന്റെ ആയുസ്സിൽ വർധനവുണ്ടാകും, നിന്റെ റിസ്കിൽ ബറക്കത്ത് ഉണ്ടാവും. ആയുസ്സിൽ വർധനവുണ്ടാകും, റിസ്കിൽ ബറക്കത്ത് ഉണ്ടാവും. കച്ചവടത്തിൽ നല്ല ലാഭം വരണം, ഉപജീവന മാർഗത്തിൽ വിശാലത ഉണ്ടാവണം, പ്രയാസങ്ങൾ ജീവിതത്തിന്റെ ഇടുക്കങ്ങളൊക്കെ മാറണം, നല്ലൊരു ജീവിത സാഹചര്യം വേണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള വഴിയാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മയിൽ പെരുമാറുക. മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? നമ്മുടെ പാപമോചനമാണ്. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ?
നമ്മുടെ വൻപാപങ്ങൾ പോലും അല്ലാഹു പുറത്തു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരികയാ. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നൊരു ചരിത്രമുണ്ട്. അതാ മദീനയുടെ മണ്ണിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. ദൗമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്, ദൗമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന് ഒരു പെണ്ണതാ മദീനയിലേക്ക് കരഞ്ഞുകൊണ്ട് വരികയാണ്. മദീനയുടെ തെരുവീതികളിലൂടെ ആ പെണ്ണിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ്. നിലവിളിച്ചു വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് മദീനയുടെ തെരുവീതികളിലൂടെ ഓടി നടക്കുകയാണ്. എന്റെ ഹബീബ് എവിടെ? എന്റെ പ്രവാചകൻ എവിടെ? റസൂലുള്ളാഹി തങ്ങൾ എവിടെ? ജീവിതത്തിൽ വന്നുപോയ ഒരു പാപം, അവര് ചെയ്തു പോയൊരു പാപം സിഹർ ചെയ്യുന്ന പെണ്ണായിരുന്നു. പൈശാചികമായ സഹായത്തോടു കൂടി മറ്റുള്ളവരുടെ മോശത്തിനു വേണ്ടി, നാശത്തിനു വേണ്ടി സിഹർ ചെയ്തിരുന്ന, മാരണം ചെയ്തിരുന്ന സ്ത്രീയാണ്. ആ തിന്മയോടൊന്ന് വിട പറയണമെന്ന ആഗ്രഹം, ആ മോശത്തരങ്ങളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ടൊന്ന് കരളുരുകി ദുആ ചെയ്യണം, തൗബ ചെയ്തു മടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ മദീനയിലേക്ക് പ്രവാചകനെ അന്വേഷിച്ചു വരികയാ. എല്ലാ തെരുവീതികളിലും ചോദിക്കുന്നു റസൂലുള്ളാഹി എവിടെ? ആയിഷ ബീവി പറയുകയാണ്, ആ പെണ്ണിന്റെ ഓട്ടവും കരച്ചിലും കണ്ടിട്ട് എനിക്ക് പോലും മനസ്സലിവ് തോന്നി. സിഹർ ചെയ്ത പെണ്ണാണ്, തിന്മകൾ ചെയ്ത പെണ്ണാണ്. എന്നാലും അവരുടെ കരച്ചിൽ കണ്ടിട്ട്, അവരുടെ നെട്ടോട്ടം കണ്ടിട്ട് എന്റെ മനസ്സലിഞ്ഞു പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ കടന്നു വന്നു. സഹാബത്തിന്റെ അടുക്കൽ കടന്നു വരികയാണ്. സഹാബത്ത് പറഞ്ഞു, റസൂലുള്ളാഹി വിട പറഞ്ഞു. ഹബീബായ പ്രവാചകന്റെ റൗദ കാണിച്ചു കൊടുക്കുകയാ. ആ സമയത്ത് റസൂലുള്ളാഹി വിട പറഞ്ഞു എന്നറിയുമ്പോ ഇനി എങ്ങനെയാണ് എനിക്കൊന്നു പാപമോചനത്തിന്റെ വഴി അറിയുക? എന്റെ ജീവിതത്തിൽ വന്ന തിന്മകൾ, ആ തിന്മകൾ ഞാൻ എങ്ങനെയാണെന്ന് പടച്ചവനോട് ഏറ്റു പറയുകയാ. എങ്ങനെയാണ് ഞാൻ തൗബ ചെയ്യേണ്ടത്? എങ്ങനെയാണ് എനിക്ക് പാപമോചനം ലഭിക്കുക എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെണ്ണിനോട് സഹാബത്ത് പറയുകയാണ്, എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ? എന്താണ് ഒരു വഴി എന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്റെ പാപങ്ങൾ പൊറുക്കാൻ? ആ സമയത്ത് സഹാബത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലുള്ളാഹി ഇല്ലല്ലോ, ഹബീബായ പ്രവാചകനില്ലല്ലോ, നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറൽ നിങ്ങളുടെ പാപത്തിനും മതിയാകുന്നതായിരുന്നു എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി ഇല്ല, നിങ്ങളുടെ മാതാപിതാക്കളുമില്ല എന്ന് സഹാബത്ത് മറുപടി പറഞ്ഞു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുമ്പോ, ജീവിതത്തിലെ പാപങ്ങൾ ചെയ്ത് പാപമോചനം തേടാൻ നെട്ടോട്ടം ഓടി നടക്കുന്ന ഒരു പെണ്ണിനോട് സഹാബത്ത് പറഞ്ഞു കൊടുത്ത പാപമോചനത്തിന്റെ വഴിയേതാ? നിന്റെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ നീ പെരുമാറിയിരുന്നുവെങ്കിൽ, പെരുമാറാൻ നിനക്ക് കഴിയുമായിരുന്നുവെങ്കിൽ അത് നിന്റെ പാപമോചനത്വം മതിയാകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മാതാപിതാക്കളോട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറി കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലം നമ്മുടെ പാപമോചനമാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറി അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനെ നേടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമതായിട്ട്, നാലാമതായിട്ടെന്താ? അല്ലാഹുവിന്റെ സ്വർഗലോകമാണ്, അല്ലാഹുവിന്റെ സ്വർഗമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വർഗവാതിലുകളെ കുറിച്ച് പറഞ്ഞു തരുമ്പോ, സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോ അതിലൊരു സ്വർഗ കവാടത്തിന്റെ പേരെന്തെന്നറിയുമോ? ബാബുൽ വാലിദ്. ബാബുൽ വാലിദ്, ബാബുൽ വാലിദ് എന്ന സ്വർഗത്തിനൊരു കവാടത്തൊരു പേരുണ്ട്. അതിലൂടെ പ്രവേശിക്കുന്നവരാരാ? അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരാരാ? അവര് ദുനിയാവിലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരാണ്. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറിയ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത, അവരുടെ കണ്ണുനീരൊപ്പിയ, അവർക്ക് സ്വാന്തനമായി മാറിയ,
ആളുകളാണ്, നല്ല മക്കളാണ്. ആ സ്വർഗ കവാടത്തിലൂടെ അള്ളാന്റെ അനുഗ്രഹങ്ങളുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? സ്വർഗമാണ്, സ്വർഗമാണ്. ആ സ്വർഗം നേടാൻ നമുക്ക് കഴിയണം. ആ സ്വർഗം നേടാൻ നമുക്ക് കഴിയണം. അതിന് സാധിച്ചില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യവാന്മാര് വേറെയില്ല. മാതാപിതാക്കളിലൂടെ സ്വർഗം നേടാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നേക്കാൾ വലിയ ദുർഭാഗ്യവാൻ വേറെയില്ല. എന്തേ നമുക്ക് മാതാപിതാക്കളെ പരിഗണിക്കാൻ കഴിയുന്നില്ല? എന്തേ നമുക്ക് മാതാപിതാക്കളെ വിലയില്ല? ഉമ്മയെ വിലയില്ല, വാപ്പയെ വിലയില്ല. നമ്മുടെ കയ്യിൽ കിടക്കുന്ന വാച്ചിന് നമുക്ക് വിലയുണ്ട്, നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഫോണിന് നമുക്ക് വിലയുണ്ട്, നമ്മുടെ വീടിന്, നമ്മുടെ വാഹനത്തിന്, കടയിലെ കളിപ്പാട്ടങ്ങൾക്ക് പോലും നമുക്ക് വിലയുണ്ട്. എന്തേ വീടിന്റെ മൂലയിൽ നിനക്ക് വേണ്ടി ജീവിതമൊഴിഞ്ഞു വെച്ച നൊന്തു പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവിന് എന്തേ നിനക്ക് വിലയില്ല? നിനക്ക് വേണ്ടി ജീവിതത്തിന്റെ സന്തോഷങ്ങളെല്ലാം ത്യജിച്ച് നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ആരോഗ്യത്തിന്, നിന്റെ പഠനത്തിന്, നിന്റെ ഭാവിക്ക് വേണ്ടി ജീവിതമൊഴിഞ്ഞു വെച്ച പ്രിയപ്പെട്ട പിതാവിന് എന്തേ നിനക്ക് വിലയില്ല? എന്തേ അവരെ നിനക്ക് പരിഗണിക്കാൻ കഴിയുന്നില്ല? എന്തേ അവരെ നല്ല രീതിയിൽ നിനക്ക് നോക്കാൻ സാധിക്കുന്നില്ല? നമ്മുടെ വാഹനത്തിനൊരു കേടുപാട് വന്നാൽ ഉടനെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. നമ്മുടെ വാഹനം നല്ല രീതിയിൽ പണിയും. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ മാറി മാറി എടുക്കും. നമ്മുടെ ബുള്ളറ്റിൽ നമ്മൾ സൈലൻസർ കയറ്റും, നല്ല ലൈറ്റ് വെക്കും, നല്ല കണ്ണാടി വെക്കും. ഏത് സമയത്തും നല്ല രീതിയിൽ നമ്മൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കും. നമ്മുടെ വാഹനങ്ങളോട് നമുക്ക് പരിഗണനയുണ്ട്. പക്ഷേ വീടിന്റെ മൂലയിൽ രോഗം ബാധിച്ചു പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്ക് എന്തേ അവരെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള മനസ്സ് നിനക്കില്ല? എന്തേ അവരുടെ ചുമ മാറാൻ, അവരുടെ പ്രയാസം മാറാൻ ഒന്ന് ഡോക്ടറിന്റെ അടുക്കൽ കൊണ്ടുപോകാൻ എന്തേ നിനക്ക് മനസ്സ് വരുന്നില്ല? അതുകൊണ്ട് മാതാപിതാക്കളുടെ കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ, മാതാപിതാക്കളുടെ കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോപമാണ്. റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ. അല്ലാഹുവിന് നിന്നെ ഇഷ്ടമാണോ എന്നറിയാനുള്ള വഴി എന്തെന്നറിയുമോ? നിന്റെ മാതാപിതാക്കൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹുവിന് നിന്നെ കോപമാണോ എന്നറിയാനുള്ള വഴി എന്തോ? സുഖ്തുല്ലാഹി ഫി സുഖ്തുൽ വാലിദൈൻ. നിന്റെ മാതാപിതാക്കൾക്ക് നിന്നോട് കോപമാണ്, അവരുടെ കണ്ണുനീര് നീ കാരണമായിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോപത്തിന് നിങ്ങൾ അർഹരാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ പരിഗണിക്കാൻ കഴിയണം. ആ പരിഗണനയിലൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗ കവാടങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അവസാനമായിട്ടൊരു പ്രതിഫലം കൂടി പറയുകയാണ്. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ നിന്റെ മക്കളും നിന്നോട് നല്ല രീതിയിൽ പെരുമാറുമെന്ന്. നിന്റെ മക്കളും വളർന്നു വരുന്ന നിന്റെ മക്കൾ നിന്നോട് കാരുണ്യത്തോടെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിന്നെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുകയാണ്, ഒരു വിജനമായ ഒരു സ്ഥലത്ത് തന്റെ പിതാവിനെ കൊണ്ടുപോയി മർദ്ദിക്കുന്ന ഒരു മകനെ ഞാൻ കാണുകയാണ്. എന്തുകൊണ്ടാണ് പിതാവിനെ ഇങ്ങനെ മർദ്ദിക്കുന്നത് എന്നറിയാൻ അടുത്തേക്ക് ഞാൻ ചെന്നു. ആ മകനെ ഞാൻ തടയാൻ പോകുമ്പോ ആ പിതാവ് പറഞ്ഞു, ഖല്ലീ, ആ മകനെ നിങ്ങൾ വിട്ടേക്കുക. എന്റെ പിതാവിനെ ഈ സ്ഥലത്ത് വെച്ച് ഞാൻ മർദ്ദിച്ചിരുന്നു. അതിന് അല്ലാഹു എനിക്ക് നൽകിയ ശിക്ഷയാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ തീർച്ചയായി ദുനിയാവിൽ വെച്ച് നീ അനുഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പടന്നു പറയുകയാ, കുല്ലു ദുനൂബി യഗ്ഫിറുല്ലാഹു മിൻഹാ മാ ഷാ. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുമടോ, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. പക്ഷേ ഇല്ലാ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ, അവരുടെ കണ്ണുനീരിന് കാരണമായാൽ ഫഇന്നഹു യുഅജ്ജലു ലിസാഹിബിൽ ഫിൽ ഹയാതി ഖബ്ലൽ മമാത്. മരണത്തിനു മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിനുള്ള ശിക്ഷ അല്ലാഹു നൽകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്.
ഈ ദുനിയാവിൽ വെച്ച് അവൻ ചെയ്ത പാപങ്ങൾക്ക് അവന്റെ മാതാവിന്റെ പിതാവിന്റെ കണ്ണുനീരിന് അവന് കാരണമായിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ വെച്ചിട്ട് അവൻ അനുഭവിച്ചിട്ടല്ലാതെ തിരികെ പോകില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. ആ സ്വർഗ കവാടത്തെ നിനക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണേ. ആ സ്വർഗ കവാടത്തെ നിനക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണേ. അതിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിനക്ക് സാധിക്കണേ. അതിന് നിനക്ക് സാധിച്ചില്ലെങ്കിൽ നീയാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ പ്രവാചകൻ മാതാപിതാക്കളോട്, ഉമ്മയോട്, വാപ്പയോട് നല്ല രീതിയിൽ പെരുമാറിയാൽ ഒന്ന്, അത് അമ്പിയാക്കളുടെ ഗുണമാണ്, അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ ഗുണമാണ്. രണ്ട്, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. നിന്റെ ദുആ അല്ലാഹു തട്ടില്ല. നിനക്ക് പാപമോചനം നൽകും. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. സ്വർഗ കവാടങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. വളർന്നു വരുന്ന മക്കൾ നിന്നോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറും. വിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കരുണ, മാതാപിതാക്കളോട് നല്ല വാക്കുകൾ പറയുക, അവരുടെ കാരുണ്യത്തിന്റെ പെരുമാറ്റവുമായി അവരുടെ അടുക്കൽ സമയം ചെലവഴിക്കുക, അവരുടെ കണ്ണുനീരൊപ്പുക. അവർക്ക് ചെലവഴിക്കുന്നതിൽ കണക്ക് പറയാൻ നിൽക്കല്ല സഹോദര. ഒരു മാതാവും ഒരു പിതാവും തന്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് ഒരിക്കലും ഒരു കണക്ക് വെക്കാറില്ല. പക്ഷേ വളർന്നു വരുമ്പോ, മാതാപിതാക്കൾക്ക് രോഗമാകുമ്പോ പിന്നെ നമുക്ക് കണക്കാൻ മേടിച്ചു കൊടുക്കുന്ന മരുന്നിന്, ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ വാഹനത്തിനടിക്കുന്ന പെട്രോളിന്, എല്ലാത്തിനും കണക്കാൻ, അവരെ നോക്കാൻ ഊഴം വെച്ച് കാത്തിരിക്കുന്ന മക്കൾ. ഇന്നലെ ഇവിടെയല്ലായിരുന്നോ? എന്തേ അവന്റെ അടുക്കലേക്ക് പോകുന്നില്ല? എന്തേ അവൻ മാത്രം വിളിച്ചു കൊണ്ടുപോകുന്നില്ല? ഞാൻ മാത്രം നോക്കിയാൽ മതിയോ എന്നിങ്ങനെ മാതാപിതാക്കളെ നോക്കുന്നതിനു വേണ്ടി പരസ്പരം തർക്കിക്കുന്നവർ എത്രയോ വലിയ നിർഭാഗ്യകരമാണ്. ഇത് സ്വർഗ കവാടമാണ്, സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവനാരോ അവനാണ് സൗഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ പൊരുത്തം നേടുന്ന, ആ പൊരുത്തം നേടി അതിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന സൗഭാഗ്യവാന്മാരിൽ, സൗഭാഗ്യവതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അല്ലാഹു ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി നൽകട്ടെ. രോഗങ്ങൾ, കടബാധ്യതകളുള്ളവർ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലാഹു അവർക്കെല്ലാം പരിപൂർണമായ വിടുതൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകളെ ഹസ്സുലാക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.